വരുമ്പോ എല്ലാവരുടെ അനുഗ്രഹം മേടിക്കാം. അനുഗ്രഹം വാങ്ങാനോ? അങ്ങനെ ഒരു ചടങ്ങുണ്ടോ? ആ പിന്നെ, നിങ്ങൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ പോവല്ലേ, അതിന് കാരണവന്മാരുടെ അനുഗ്രഹം അത്യാവശ്യമല്ലേ? ഓ, എനിക്കത് ആവശ്യമില്ലെങ്കിലോ? എന്താ? കാരണവന്മാരുടെ അനുഗ്രഹം എനിക്ക് വേണ്ടെങ്കിലോ? തമാശ പറയല്ലേ ചന്ദ്രേ. തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാ. ഒരു കാരണവന്മാരുടെ സഹായം ഇല്ലാതെയല്ലേ ഞാൻ ഇവിടം വരെ എത്തിയത്. അല്ലെങ്കിൽ പറയട്ടെ, ഈ കല്യാണം നടക്കാൻ ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒരാൾ എന്നെ സഹായിച്ചിട്ടുണ്ടോന്ന്? ഉണ്ടോ? ഞാൻ നിന്നെ സഹായിച്ചിട്ടില്ലേ? അത് അവളെ തോൽപ്പിക്കാൻ. ആ ദേവികെ, അത് സഹായമല്ല, വാശിയ. നിങ്ങൾക്ക് അവളോടുള്ള വാശി. ചന്ദ്രമോൾ എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നേ? പറഞ്ഞില്ലല്ലോ, ഞാൻ പറയാൻ പോകുന്നല്ലേ ഉള്ളൂ. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് ആള് വന്നപ്പോ നിങ്ങൾ ചോദിച്ചില്ലേ എന്തിനാ അവരെ വരുത്തിയെന്ന്? ഈ കല്യാണം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തന്നെ. എങ്കിലല്ലേ എനിക്കെന്റെ പ്രതികാരം ചെയ്യാൻ പറ്റൂ. പ്രതികാരം? അതേടോ പ്രതികാരം. നിങ്ങൾ എന്താ കരുതിയത്? ഈ നിൽക്കുന്ന സിദ്ധുവിനോട് പ്രേമം മൂത്ത് മനസ്സിലവ് തോന്നിയിട്ടാ ഞാൻ കെട്ടിയെന്നോ? ഒരിക്കലുമല്ല. എന്നെ വേണ്ട വേണ്ടെന്ന് 100 വട്ടം പറഞ്ഞ ഇയാളെ ഒരു പാഠം പഠിപ്പിക്കണമായിരുന്നു എനിക്ക്. അതിനൊരവസരം കിട്ടി, അത് ഞാനങ്ങ് ഉപയോഗിച്ചു. ഇപ്പൊ ഞാൻ ഇയാളുടെ ഭാര്യ, വൈഫ് ഓഫ് സിദ്ധാർത്ഥൻ. ആ അധികാരം ഉപയോഗിച്ച് വേണം എനിക്കെന്റെ തിരിച്ചടികൾ നടത്തിക്കാൻ. മോളെ, ഞങ്ങള് നിന്നിൽ നിന്ന് ഇങ്ങനെയൊന്നല്ല പ്രതീക്ഷിച്ചത്. നിങ്ങളൊക്കെ എന്ത് പ്രതീക്ഷിച്ചാലും എനിക്കെന്താ? ആദ്യം മാലയൂരി, ഇനി ഊരാൻ പോകുന്നത് ഈ താലിയ. ഇഷ്ടമില്ലാതെ ഇയാൾ ഇട്ട് തന്ന ഈ താലി കഴുത്തിൽ ചുമന്നോട് നടക്കാൻ എനിക്ക് സൗകര്യമില്ല. അയ്യോ ചന്ദ്രമോളെ, വേണ്ട മോളെ. പവിത്രമായ മനസ്സോടെ നിങ്ങൾ എനിക്ക് കിട്ടൂന്ന് ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്ന താൻ. മോളെ, എന്താ നീ ചെയ്തത്? ഒരിക്കലും നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതല്ല, ഇതിലപ്പുറവും ഞാൻ ചെയ്യും. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ ഞാനൊരു മണ്ടിയല്ലെന്ന്? രജിസ്റ്റർ ഓഫീസിലെ തടിയും പുസ്തകത്തിലെ ഭാര്യ ഭർത്താക്കന്മാരെന്ന കോളത്തിലെ 2 ഒപ്പ് കിടപ്പുണ്ട്. എന്റെ സിദ്ധുന്റെ. അതവിടെ കിടക്കുന്നിടത്തോളം കാലം പല അവകാശങ്ങളും അധികാരങ്ങളും എനിക്കുണ്ടായിരിക്കും. ഞാനത് ഭംഗിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അയ്യോ മോളെ,
നീ ഇത് എങ്ങോട്ടാ? ഞാനിനി എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അയ്യോ, ഒരുത്തിയും ചോദിക്കാൻ വരണ്ട.